മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ മാർക്കോയോട് ചോദിക്കുക, എടാ എവിടെ അവള് മഞ്ജു എവിടെ, ആരുടെ കൂടെ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിൻ്റെ കൂടെയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ചോദിക്കും. അല്ല കണ്ണൻ സാറേ, എൻ്റെ കൂടെയല്ല, അവൻ പോയിരിക്കുന്നത് സാഗറിൻ്റെ കൂടെയാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. മറ്റവനെ ഒരു പര തെണ്ടിയാണ്, പക്ഷേ അതിനേക്കാളും പെണ്ണുങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരുത്തനെയാണല്ലോ, ചതിക്കുന്നവൻ്റെ കൂടെയാണല്ലോ അവൾ പോയിരിക്കുന്നത്. എന്തായാലും ശരി, എനിക്ക് ഇപ്പം തന്നെ മഞ്ജുവിനെ കിട്ടണം, അത് നീ സാധിച്ചു തരണം, അവൾ എവിടെയാണ് ഇപ്പോൾ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയണം, അവർ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടുണ്ടാവും രജിസ്റ്റർ ചെയ്യാൻ പറയുകയാണ്. മാർക്കോ, നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയിരിക്കുന്നത്, അവൾ മേഘനാഥൻ മഹാമോശമാണ്. ശരി, അവിടെ നിന്നും പോവുകയാണെങ്കിൽ അവൾ നേരെ എൻ്റെ അടുത്തേക്കാണ് വരേണ്ടത്, അല്ലെ സാഗറിൻ്റെ അടുത്തേക്കല്ല പോകണം. അവനൊരു നീചനാണ്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് മഞ്ജുവിനെ നീ എൻ്റെ മുന്നിൽ എത്തിക്കണം എന്നിങ്ങനെ പറയാൻ കേട്ടോ. സാഗറിൻ്റെ കൂടെ പോയത് തീരെ ഇഷ്ടമായിട്ടില്ല കണ്ണന്. മാർക്കോ എന്ത് പറഞ്ഞിട്ടും കണ്ണൻ അത് വിശ്വസിക്കുന്നില്ല. മഹാലക്ഷ്മി അവളുടെ ജീവിതം തകരാനാണ് പോകുന്നത് എന്ന് പറയാൻ കേട്ടോ. അതേസമയം മാർക്കോ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മഞ്ജുവിനെ കൊണ്ടുവന്ന് തരാം, കണ്ണൻ സാറിൻ്റെ മുൻപിൽ എത്തിക്കാമെന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മാർക്കോ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം സാഗറെ വിളിക്കുകയാണ്. സാഗറെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ പോകരുത്, രജിസ്റ്റർ ചെയ്യരുത്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ വരണം, മഞ്ജുവിനെ കണ്ണൻ സാറിൻ്റെ മുമ്പിൽ എത്തിക്കണം എന്നാണ് പറയുന്നത്. കണ്ണൻ സാറിന് തീരെ ഇഷ്ടമില്ല എന്നത് സാഗറിനോട് വിളിച്ച് പറയുകയാണ് കേട്ടോ. പക്ഷേ സാഗർ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയുകയാണ്, ആരെതിർത്താലും ശരി, ഇനി ഇതിനൊരു തീരുമാനമില്ല, എനിക്ക് എന്തായാലും സാഗറിൻ്റെ കൂടെ ജീവിക്കണം, അതിന് മാർക്കോ എതിർക്കാം, മാർക്കോ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് നമുക്ക് കാണുന്നത് മേഘനാഥൻ ഭയങ്കര വിഷമത്തിൽ അമ്മയോടും മറ്റുള്ളവരോടായിട്ട് പറയുകയാണ്, എൻ്റെ ഭാര്യയായിട്ട് അവൾ എൻ്റെ കൂടെ വേണം, എങ്കിൽ മാത്രമേ ഞാൻ ചെറുപ്പം മുതൽ കണ്ണും നട്ടിരുന്ന ആ സ്വത്ത് എൻ്റെ കൈക്കൽ വരുള്ളൂ. അതുകൊണ്ട് എന്തെന്നെ പ്രശ്നങ്ങളും അവൾ ആരുടെ കൂടെ തന്നെ പോയിട്ടുണ്ടെങ്കിലും ശരി, അവൾ എൻ്റെ ഭാര്യയായി തന്നെ ഈ വീട്ടിലുണ്ടാവണം, ഞാൻ അവളെ കൊണ്ടുവരും, അവൾ ഇപ്പോൾ നിയമപ്രകാരം എൻ്റെ ഭാര്യയാണ്, എനിക്ക് എന്തായാലും കൊണ്ടുവന്നേ തീരൂ എന്ന് മേഘനാഥൻ പറയണം കേട്ടോ. മേഘനാഥൻ ഭയങ്കര കട്ടക്കലിപ്പിലാണ്. അതേസമയം മഞ്ജുവും സാഗറും കൂടിയിട്ട് ലോപ്പസും കൂടിയിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് രജിസ്ട്രാറിൻ്റെ മുമ്പിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയാണ്. അപ്പോൾ രജിസ്ട്രാർ ചോദിക്കുന്നുണ്ട്, എന്തായാലും ശരി ഒപ്പിടുകയല്ലേ ചോദിക്കുന്നുണ്ട്, അതേ പറയാണ്. അതേസമയം സാഗർ താലി എടുത്തിട്ട് മഞ്ജുവിൻ്റെ കഴുത്തിൽ വയ്ക്കുമ്പോഴാണ് നമ്മുടെ മാർക്കോ അവിടെ പോകുന്നത്. അവിടെ എത്തിയിട്ട് മാർക്കോ ആ താലി കെട്ടാതെ മഞ്ജുവിനെയും വിളിച്ച് വണ്ടി കയറ്റിയിട്ട് കണ്ണൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. സാഗറും ലോപ്പസും എന്ത് പറഞ്ഞതും കേൾക്കില്ല, അതുപോലെ അവിടുത്തെ സബ് രജിസ്ട്രാറും ആരും ഒന്നും പറഞ്ഞത് കേൾക്കില്ല. ഇതാ കണ്ണൻ സാറിൻ്റെ പെങ്ങളിനെ ഞാൻ കണ്ണൻ സാറിൻ്റെ മുൻപിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞ് മാർക്കോ മഞ്ജുവിനെ കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കുകയാണ്. ഒരിക്കലും കണ്ണനും മഹാലക്ഷ്മിക്കും സാഗറിന് മഞ്ജുവിനെ കൊടുക്കാൻ തീരെ താല്പര്യം